ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുബീസ് കിച്ചൺ. ഇത് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടൂര തയ്യാറാക്കി നോക്കിയാലോ? ബട്ടൂര തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഞാനിതാ ബട്ടൂര തയ്യാറാക്കാനായി ആദ്യം തന്നെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതേ കപ്പ് അളവിൽ 2 കപ്പ് മൈദയും ഞാനിവിടെ ചേർക്കുന്നത്. 1 കപ്പ് റവയും 2 കപ്പ് മൈദയും, പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും, 1 സ്പൂൺ പഞ്ചസാരയും 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാവെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് തൈരും കൂടി ഈ മാവിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കട്ടത്തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി കട്ടത്തൈരില്ലെങ്കിൽ നോർമൽ തൈരായാലും നമുക്ക് കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് ചപ്പാത്തി മാവ് കുഴക്കുന്ന അതേ രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ നോർമൽ വാട്ടറാണ് എടുത്തത്. ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാ നോർമൽ വെള്ളം വെച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ. കുറേ നേരം നമുക്കിതൊന്ന് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കേണ്ടതുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം ഈ മാവിൻ്റെ മുകളിലായി 1 സ്പൂൺ ഓയിൽ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം 2 സെക്കൻഡ് വീണ്ടും ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 1 മണിക്കൂർ നേരമാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇനി നിങ്ങൾക്ക് ടൈമില്ലെങ്കിൽ അരമണിക്കൂറായാലും മതിയാവും. കുറച്ച് കൂടുതൽ സമയം വെച്ചാൽ നമുക്ക് നല്ല ബട്ടൂര സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഇതാ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം തുറന്ന് ഓരോ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ പൂരിക്കുള്ള ഷേപ്പിലുള്ള അതേ ഉരുളകൾ തന്നെ മതിയാവും. ചപ്പാത്തി പോലെ ഒരുപാട് വലുപ്പത്തിലുള്ള ഉരുളകളാക്കരുത്. പൂരിയുടെ അതേ ഷേപ്പിലാണ് ഞാനിവിടെ ബട്ടൂര പരത്തിയെടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ ഓരോ ഉരുളകളാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ കൗണ്ടർ ടോപ്പിൽ വെച്ച് തന്നെയാണ് പരത്തുന്നത്. സാധാ ചെറിയൊരു പൂരിയുടെ അതേ ഷേപ്പിലാണ് ഞാനിവിടെ ഒന്ന് പരത്തുന്നത്. ബട്ടൂര പരത്തുമ്പോൾ നമുക്ക് പൊടിയുടെ ആവശ്യമൊന്നുമില്ല. പൊടി ചേർക്കാതെ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കാരണം റവയും മൈദയും പാടെ ചേർന്നപ്പോൾ തന്നെ നമുക്കിത് പൊടിയില്ലാതെ തന്നെ നമുക്കിതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം മാറ്റി വെച്ചിരിക്കുന്ന ഉരുളകളെല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ട് വരാം. പരത്തി വെച്ചിരിക്കുന്ന ബട്ടൂരയെല്ലാം നന്നായിട്ടൊന്ന് ചുട്ടെടുത്തിട്ട് വരാം. അതിനായി ഞാനിവിടെ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് പരത്തി വെച്ചിരിക്കുന്ന ബട്ടൂര ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഒരു സൈഡ് നന്നായിട്ടൊന്ന് പൊങ്ങി വരുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബട്ടൂര നന്നായിട്ട് തന്നെ ഒന്ന് ബഫി ആയിട്ടൊന്ന് പൊങ്ങി വരും. നന്നായിട്ടൊന്ന് പൊങ്ങി വന്ന ശേഷം മാത്രമേ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഉള്ളെല്ലാം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടി കുറച്ച് സമയം തന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് പൂരിയെ പോലെ തന്നെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വേഗം എടുക്കരുത്. 2 സൈഡും നന്നായിട്ടൊന്ന് പൊങ്ങി വരണം. അതേപോലെ തന്നെ ഒരു സൈഡ് നന്നായി പൊങ്ങി വന്നാൽ മാത്രമാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത്. തിരിച്ചിട്ട് കൊടുത്ത് അതേ സ്പോട്ടിൽ തന്നെ നമ്മളിതെടുക്കരുത്. 2 സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടണം. കാരണം ഇതിനകത്ത് റവ ചേർത്തത് കൊണ്ട് ഉള്ളെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടണം. അല്ലെങ്കിൽ പകുതി വേവിൽ മാത്രമേ ഇതൊന്ന് റെഡിയാവുകയുള്ളൂ. കാണുമ്പോൾ നമുക്ക് നന്നായി കുക്കായി വന്നാലും ഉള്ളിലെ റവയെല്ലാം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സമയം തന്നെ ഒന്ന് കളർ ചേഞ്ച് ആകുന്നത് വരെ ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റും പിന്നെ അതേപോലെ തന്നെ നല്ല ക്രിസ്പിയുമായിട്ട് തന്നെ നമ്മുടെ ബട്ടൂര റെഡിയായി കിട്ടും. റവ ചേർത്തത് കൊണ്ട് നല്ല ക്രിസ്പിയും മൈദ ചേർത്തത് കൊണ്ട് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ബട്ടൂര തന്നെ നമുക്കിവിടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ എല്ലാം പരത്തി വെച്ചിരിക്കുന്ന ബട്ടൂരയും ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എടുക്കുന്ന റവയുടെയും മൈദയുടെയും അളവ് കൃത്യമായിട്ട് തന്നെ നമ്മൾ എടുക്കണം. 1 കപ്പ് റവയ്ക്ക് നമ്മൾ 2 കപ്പ് മൈദയും 1 കപ്പ് തൈരുമാണ് ചേർക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ ബട്ടൂര ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ബട്ടൂര റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നേക്കരുത്.